ഓം സായിറാം. സായി കൃപാവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ബാബയെ വളരെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്തും നമ്മുടെ മനസ്സിൽ എല്ലാ ബാബ ഡിവോട്ടീസിൻ്റെ മനസ്സിലും ഒരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ? ബാബ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു പ്രസൻസ് എന്തൊക്കെ സൂചനകളിലൂടെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക എന്നല്ലേ? അതിന് കോമൺ ആയിട്ട് കുറച്ച് നമുക്ക് അറിയാൻ പറ്റുന്ന കുറച്ച് സൂചനകൾ ബാബ തന്നെ നമുക്ക് തരാറുണ്ട് കേട്ടോ. പക്ഷെ ഞാനിത് പറയാൻ കാരണം പലരും അത് അവരെ മുമ്പിൽ ആ ഒരു ഇതൊക്കെ സിമ്പിൾസൊക്കെ സയൻസൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും അവർക്കത് തിരിച്ചറിയാൻ പറ്റില്ല ചില സമയത്ത്. അത് ബാബയാണെന്നോ ബാബയുടെ ഒരു പ്രസൻസ് ആണെന്നോ ബാബ നമുക്ക് നൽകുന്ന ഒരു സഹായമാണെന്നോ ഒരവസരമാണെന്നോ എന്നൊന്നും ചിലർക്ക് അവരുടെ ജീവിത സാഹചര്യം കൊണ്ടായിരിക്കാം, അവരത്രത്തോളം വേദനകൾ അനുഭവിക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സയൻസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം ബാബ നിങ്ങളെ പിന്തുടരുന്നുണ്ട് എന്ന്. കാരണം ഉറപ്പായിട്ടും ഉണ്ടാകും. ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സൈൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുപോകുന്നതായിരിക്കാം കേട്ടോ. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത്, നമ്മൾ വളരെ കഷ്ടപ്പെടുന്ന ഒരു സമയം, അല്ലെങ്കിൽ നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഫിനാൻഷ്യലി ആയിക്കോട്ടെ, നമ്മൾ ഹെൽത്ത് വൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നത്തിന് നമുക്കൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മളത് ബാബയോട് പലതവണയായി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. പെട്ടെന്ന് നമുക്ക് വളരെ കഷ്ടപ്പാടിനിടയിലും നമുക്കതിനുള്ള ഒരു സൊല്യൂഷൻ കിട്ടുക, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് നമുക്ക് എവിടെന്നെങ്കിലും കിട്ടുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് തരണം ചെയ്യാൻ നമുക്ക് ഒരു അവസരം ലഭിക്കുക. അങ്ങനെയുള്ള പെട്ടെന്ന് നമുക്ക് ലഭിക്കുന്ന ആ ഒരു സഹായം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ബാബയുടെ ഒരു പ്രസൻസ് ആണ്, ബാബ നൽകുന്ന ഒരു അവസരമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം കേട്ടോ. അത് പലർക്കും ചെറുതോ വലുതോ ആയിക്കോട്ടെ കേട്ടോ, നമുക്ക് ആ ഒരു അത്യാവശ്യം ചില സമയത്ത് നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ചെറിയ സഹായം പോലും നമുക്ക് ലഭിച്ചേക്കാം എന്നുള്ളതാണ്. രണ്ടാമതെന്ന് പറയുന്നത്, ഇതെല്ലാവരും അനുഭവിച്ചിറങ്ങിയ ഒരു സൂചനയായിരിക്കാം. നമ്മൾ ബാബയുടെ സായി സച്ചരിത്ര വായിക്കാൻ തുടങ്ങുന്ന സമയം തൊട്ട്, അല്ലെങ്കിൽ ബാബയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്ന സമയം തൊട്ട്, നമ്മൾ ചിലപ്പോൾ ഒരു യാത്ര പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു സോഷ്യൽ മീഡിയ തുറക്കുന്ന സമയത്തൊക്കെ ബാബയുമായിട്ട് ബന്ധപ്പെട്ട ബാബയുടെ കോട്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുന്നിൽ ബാബയുടെ ഒരു ഫോട്ടോ കാണുന്നതായിക്കോട്ടെ, ബാബയുടെ പേര് കേൾക്കുന്നതായിക്കോട്ടെ, ബാബയുടെ പേര് കാണുന്നതായിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അറിയാതെ, നമ്മൾ പോകാതെ നമ്മളിലേക്ക് ബാബയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ എത്തിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മളെ ഒരു തരത്തിൽ പെട്ടാൽ നമുക്ക് തന്നെ തോന്നും നമ്മളെ ബാബ പിന്തുടരുന്ന പോലെ നമുക്കൊരു ഫീൽ ഉണ്ടാകാം. ഇതെല്ലാവർക്കും, എല്ലാ ബാബ ഡിവോട്ടീസും കണ്ടിട്ടുള്ളതായിരിക്കാം, അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുള്ളതായിരിക്കാം കേട്ടോ. അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും ബാബ നമ്മളോടൊപ്പം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കേട്ട് നമ്മളോടൊപ്പം തന്നെ സഞ്ചരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് ചില സമയത്ത് ബാബ സായി സച്ചരിത്രയിൽ എന്താണ് പറയുന്നത്, ബാബ ജീവിച്ചിരുന്നത് ഭിക്ഷയാചിച്ചായിരുന്നു എന്ന് പറയാറുണ്ടല്ലേ? അങ്ങനെ തന്നെയായിരുന്നു ബാബയുടെ ജീവിതവും. അപ്പോൾ നിങ്ങൾ ഈ നോക്കിക്കഴിഞ്ഞാൽ ബാബയുടെ പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന് പറയുന്നത് വ്യാഴാഴ്ച ദിവസമാണല്ലേ? അന്നത്തെ ദിവസം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഭിക്ഷയാചിച്ചു വരിക എന്നുള്ളൊരു സൂചന നമുക്ക് കിട്ടും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കിയാൽ അറിയാം. ആരെങ്കിലും ഒരാളെങ്കിലും വന്നിരിക്കും, ഒരു സഹായം തേടി ഒരാളെങ്കിലും നമ്മുടെ വീടുകളിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമ്മളെ തേടിയെത്തുമെന്നുള്ളതാണ്. ഇനി ഒരെണ്ണം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നമ്മുടെ മനസ്സിൽ താങ്ങാനാവാത്ത ഒരു വിഷമം വരുന്ന സമയം, ചിലപ്പോൾ നമ്മൾ വല്ലാതെ കരഞ്ഞിരിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് മനസ്സിൽ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് എന്താണ്, ബാബയെക്കുറിച്ചോ അല്ലെങ്കിൽ ബാബയുടെ മന്ത്രങ്ങൾ പറയുക, അല്ലെങ്കിൽ ബാബയോട് ആ കാര്യം ഒന്ന് ഷെയർ ചെയ്തൊന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതുവരെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ദുഃഖമായിക്കോട്ടെ, മനസ്സിൻ്റെ ഭാരമായിക്കോട്ടെ, പെട്ടെന്ന് കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് കൂടുതൽ പറഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ആശ്വാസം ലഭിക്കുന്നത് പോലത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടും. എന്തോ ഒരു ധൈര്യം, ആരോ നമ്മളെ സമാധാനിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്, നമ്മൾ വല്ലാതെ അങ്ങ് കരഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു കരച്ചിലൊന്ന് കൺട്രോൾ ആകുന്നതായിട്ട് നമുക്കൊരു ഫീൽ ഉണ്ടാകുന്നത് നമുക്ക് തോന്നാം. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, നമ്മൾ ബാബയെ കൂടുതൽ അറിയും തോറും നമുക്ക് ഒരുപാട് കഷ്ടങ്ങൾ വരുന്നത് പോലെ നമുക്കൊരു ഫീൽ ഉണ്ടാകാം. അതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണല്ലേ? നമ്മൾ കൂടുതൽ ദുഃഖങ്ങൾ, കൂടുതൽ വേദനകൾ വരുന്ന സമയത്ത് നമ്മൾ ഈശ്വരനെ ധാരാളമായിട്ട് വിളിക്കുമല്ലേ ആ സമയത്ത്. അപ്പോൾ നമുക്ക് ബാബയെ അറിയുന്ന സമയത്ത് നമുക്ക് ധാരാളം കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുവെങ്കിൽ ഓർക്കുക, നമ്മളെ ബാബയുടെ മന്ത്രം അല്ലെങ്കിൽ ബാബയെ കൂടുതൽ ഓർക്കാൻ വേണ്ടി തരുന്ന അവസരമാണെന്ന് അതിന് കരുതുക കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള സൂചനകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെ നിങ്ങൾ നല്ലൊരു സൈനായിട്ട് എടുക്കുക കേട്ടോ. കാരണം ബാബ നിങ്ങളോടൊപ്പം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നിങ്ങളുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതുപോലെ എപ്പോഴും ഞാൻ ഈ പറയുന്ന സായി സച്ചരിത്ര
ചരിത്രയിലെ ബാബ പറഞ്ഞ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വിചാരിക്കുക, ഞാൻ എൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി 7 സമുദ്രങ്ങൾ താണ്ടിയും അവരുടെ മുൻപിലെത്തും എന്നുള്ള ആ ഒരു വാക്ക് എപ്പോഴും നിങ്ങളുടെ എല്ലാ പ്രോബ്ലംസ് വരുന്ന സമയത്തും, അല്ലെങ്കിൽ ഞാൻ തകർന്നു പോയി ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരവസരത്തിൽ ഞാൻ ഈ പറഞ്ഞ ഒരു സെൻറ്റൻസ്, സായി സച്ചരിത്രയിലെ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. ഞാൻ എൻ്റെ ഭക്തർക്ക് വേണ്ടി 7 സമുദ്രങ്ങൾ കടന്നും അവരുടെ മുന്നിലെത്തും എന്ന് വിചാരിക്കൂ. അത് നിങ്ങൾ ഓർത്ത് തീരുന്ന സമയത്ത് ബാബ നിങ്ങളുടെ മുൻപിലുണ്ടായിരിക്കുമെന്നും വിശ്വസിക്കും. ഇത് കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാവർക്കും ബാബയുടെ ആ ഒരു പ്രസൻസ് എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഓം സായിറാം.